ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങിയ ലീഗാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ പറഞ്ഞു. മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ. ജനങ്ങൾ UDFനെ തിരസ്കരിക്കും. BJP പണം ചെലവഴിച്ച് വേരുറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതീവ ജാഗ്രതയോടെയാണ് ഇടതുപക്ഷം പ്രവർത്തിക്കുന്നത്. BJPയുടെ വളർച്ചയെ പ്രതിരോധിക്കാൻ LDFന് കഴിയുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. അതിന്റെ തീക്ഷ്ണ കരാള പ്രവർത്തനങ്ങൾ വഴി ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുകയും അധികാരം അഭിരാധികാരത്തിലേക്ക് നീങ്ങുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന അരക്ഷിത ബോധം ശരിയായ തരത്തിൽ ചിന്തിക്കാത്തവരിൽ നേരെ എതിർദിശയിലെ വർഗീയത്തിന്റെ അതാണ് ന്യൂനപക്ഷ വർഗീയത. സ്വാഭാവികമായിട്ടും അതിനെ വീണ്ടും ഇവർ വീഴും. അങ്ങനെയാണ് ന്യൂനപക്ഷ വർഗീയത എത്തിപ്പെട്ടാൽ അത് ഇവർക്ക് അനുകൂലം. അപ്പോ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അവകാശങ്ങൾ എടുത്തു കളയുമ്പോൾ ഉണ്ടാവുന്ന അവർഷത്തിൽ അഭ്യസ്തവിദ്യർ പോലും വർഗീയവാദികളായി പോകുന്നു എന്ന അപകടം. ആ അപകടങ്ങൾക്ക് തിരിച്ച് വർഗീയത ശക്തിപ്പെടുത്താനുള്ള സാഹചര്യമാണ്. അതെപ്പോഴും റെസിപ്രോക്കലായി പരസ്പര ആദാന പ്രധാനപരമായി വർഗീയത ശക്തി. അപ്പൊ ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെട്ടാൽ ഭൂരിപക്ഷ വർഗീയത അതിൽ വീണ്ടും വീഴും. ഈ അപകടം നിലനിൽക്കെ വർഗീയതയ്ക്കെതിരായ കൃത്യമായ സമീപനം വേണം. ഇവിടെ സംഭവിച്ചത് UDF നോക്കുന്നതിൽ ഇപ്പോ 10 കൊല്ലം അധികാരത്തിന്റെ പുറത്തിരുന്ന UDF നേരത്തെ ലീഗുമായിട്ടുള്ള ഒരു നിരന്തര സഖ്യമുണ്ട്. ഇപ്പൊ അതിനെ കുറെ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി, അതിന്റെ വെൽഫെയർ പാർട്ടി എന്നൊക്കെ പറയുന്ന അതിന്റെ രാഷ്ട്രീയ സംവിധാനങ്ങളുമായി കൂടി കണ്ടിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ ഉത്തരവാദിത്വം സമൂഹത്തിൽ ഒരു കാരണവശാലും ശക്തിപ്പെടാൻ പാടില്ലാത്ത വർഗീയതയുമായി സന്ധി ചെയ്യുക വഴി UDFന്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല. ആപത്കരമായ രാഷ്ട്രീയ നിലപാടുകൾ തുടർച്ചയായി സ്വീകരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. മതന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന നാടാണ് കേരളം. എല്ലാ സാമൂഹിക വിഭാഗങ്ങളും തുല്യവീക്ഷണമുള്ള തുല്യവീക്ഷണം പുലർത്തുന്ന ഭരണ സംവിധാനമുള്ള നാടാണ് കേരളം. ആ കേരളത്തിൽ നിന്നുകൊണ്ട് ഇവര് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുക, വളർത്തുക, അതുവഴി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനാകുമോ, പിണറായി വിജയന്റെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന ഹ്രസ്വദൃഷ്ടികളുടെ പാർട്ടിയാണ് ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം കേരളം. ആ പാർട്ടി കോൺഗ്രസ് അതിനെ നേതൃത്വം നൽകി. അപ്പൊ അത് വളരെ ആപൽക്കരമാണ്. കോൺഗ്രസിന്റെ കൂടെ കൂടി ലീഗ് അതിനെ കുറെ കൂടി വിപുലീകരിച്ചിരിക്കുക. ലീഗ് ഒരു കാലത്തൂടെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് വലിയ പ്രചരണം നടത്തിയേക്കാൻ ഈ പ്രസ് ക്ലബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനായിരുന്നു ചന്ദ്രികയുടെ CP അദ്ദേഹം പുസ്തകം എഴുതുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഏറ്റവും നല്ല പുസ്തകം എഴുതിയിട്ടുള്ളത്. നമുക്ക് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കൂടെ കേരളത്തിലെ മലയാള പുസ്തകങ്ങൾ അന്വേഷിച്ച് പോയാൽ നമുക്ക് ലഭ്യമാകുന്ന മികച്ച പുസ്തകങ്ങളുടെ അദ്ദേഹം രചിച്ചതാണ്. ആ നിലപാടിന്റെ എവിടെയെങ്കിലും അടുത്ത് ലീഗ് ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങിയ ലീഗാണിപ്പോ കേരളം. ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങിയ ലീഗിനെ ആണ് നമ്മൾ കാണുന്നത്. അപ്പോ ലീഗുടെ UDF കോൺഗ്രസിന്റെ കൂടെ വെൽഫെയർ പാർട്ടി, കോൺഗ്രസ് ലീഗ് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഒരു സമന്വയം രാഷ്ട്രീയത്തിൽ രൂപപ്പെടുത്തി എടുത്തു വച്ചിരിക്കുന്നു. ഇത് ആർക്കൊക്കെ ഗുണം ചെയ്യും? ഞങ്ങളുടെ ഉറച്ച വിശ്വാസം കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിലെ മഹാഭൂരിപക്ഷമാണ് ഈ നിലപാടിൽ അംഗീകരിക്കുന്ന കേരളീയ സമൂഹം തന്നെ ഈ നിലപാടിൽ അംഗീകരിക്കില്ല. മത ന്യൂനപക്ഷ വിഭാഗത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും ഈ അപകടകരമായ രാഷ്ട്രീയ സഖ്യത്തെ നിരാകരിക്കും. ആ അപകടകരമായ രാഷ്ട്രീയ സഖ്യത്തെ നിരാകരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കടക്കുന്ന തെരഞ്ഞെടുപ്പ്. ആ നിലയിലാണ് ഇത് പ്രാധാന്യം അർഹിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ സമൂഹത്തിന്റെ വിശേഷിച്ച് സാധാരണക്കാരന്റെ ഒരു താല്പര്യവും സംരക്ഷിക്കാതെ LDFനെ തോൽപ്പിക്കുക എന്ന ഏക ലക്ഷ്യത്തോടുകൂടി സംസ്ഥാന അധികാരം പിടിക്കുക, തദ്ദേശ സ്ഥാപനങ്ങളിൽ അധികാരം പിടിക്കുക എന്ന കാര്യത്തിൽ എളുപ്പവഴി അന്വേഷിച്ച് നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ആദരകരമായ രാഷ്ട്രീയ സഖ്യം രൂപപ്പെടുത്തിയതിന് ജനങ്ങൾ UDFനെ തിരസ്കരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് നമുക്കില്ല. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന്?
എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ 10 വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ്. മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത്. പവൻ ഗോൾഡ്, തിരൂർ. പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും GSTയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ. ഓർഡർ ചെയ്ത് വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ. മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.